തന്നെ കൊല്ലത്തെ CPM സ്ഥാനാർത്ഥി എസ് ജയമോഹനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രിയുണ്ട്. സൂര്യഗായത്രി, കൊല്ലത്ത് CPM സ്ഥാനാർത്ഥി എസ് ജയമോഹനും അദ്ദേഹം വാഹന പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം, എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ ജയപ്രതീക്ഷകൾ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? വലിയ ആവേശത്തിലാണ് LDF എന്നുള്ളതാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം LDFന്റെ കോട്ട എന്നറിയപ്പെടുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് ആ കോട്ട ഇത്തവണയും നിലനിർത്തും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി, ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എസ് ജയമോഹൻ തന്റെ വാഹന പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആവേശത്തിലാണ് ഫുൾ. ജനങ്ങളാകെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ ആവേശത്തോടുകൂടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സജീവമായി രംഗത്തിറങ്ങിയ ഒരു കാഴ്ചയാണെന്ന് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് കൊല്ലം അസംബ്ലി മണ്ഡലത്തിലും 5:15 സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. 5:30 തന്നെ ജനങ്ങൾ ഒത്തുകൂടി റോഡ് ഷോയും പ്രചരണങ്ങളുമായി സജീവമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് ഒരു പുത്തൻ അനുഭവമാണ്. ഈ ആവേശം ഒക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളത്തിലെമ്പാടും ആഞ്ഞടിക്കുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെയും കാണുന്നത്. വിജയം ഇടതുപക്ഷത്തിന് സുനിശ്ചിതമായി ലഭിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ഇപ്പോഴില്ല. കൊല്ലം ഇടത് കോട്ടയായിട്ട് തുടരുമോ? ഇടത് കോട്ടയായി തന്നെയാണ് കൊല്ലം നിൽക്കുന്നത്. അതിനൊരു ക്ഷീണവും വരേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും നിലവിലില്ല. നല്ല ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം വിജയിക്കും. കൊല്ലത്തിനൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. ഇടതുപക്ഷ മനസ്സാണ്. നവോത്ഥാന നായകന്മാരായിട്ടുള്ള ആളുകൾ ഉഴുതുമറിച്ച മണ്ണാണ് കൊല്ലം. അത് കെടാതെ കാത്തു സംരക്ഷിക്കുന്നവരാണ് ഇടതുപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.